ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്ന വെളുത്തുള്ളിയുടെ തൊലി കൊണ്ട് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ഇത് തലവേദന അല്ലെങ്കിൽ ഡൈയുടെ സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ തന്നെ നമുക്കൊട്ടും പണച്ചിലവില്ലാതെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും പുതിയ അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്നോട് കാണിക്കുന്ന സ്നേഹമാണ് ഒരു സബ്സ്ക്രിപ്ഷൻ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയുടെ തൊലിയാണിത്. ഈ തൊലിയെല്ലാം ഒരു ചീൻചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പം കുറച്ച് അധികം തൊലി ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ചെങ്കിലും പൊടി ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെയിലി നമ്മൾ എടുക്കുന്ന വെളുത്തുള്ളി തൊലി ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി മാറ്റി വെച്ചിരുന്നാൽ കുറച്ചധികം ദിവസം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരുപാട് തൊലി ഒരുമിച്ച് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത നന്നായി ഉണങ്ങിയതായിരിക്കണം ഈ വെളുത്തുള്ളിയുടെ തൊലികളെല്ലാം. അതിനകത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ തണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ അങ്ങ് മാറ്റാം. ഇന്ന് ഒരുപാട് പേരെ, കൊച്ചു കുട്ടികളെ പോലും അലട്ടുന്ന പ്രശ്നമാണ് അകാലനര. അത് ഇന്നത്തെ ക്ലൈമറ്റിൻ്റെ പൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഷാംപൂസിൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയോ ഒക്കെ പ്രശ്നം കൊണ്ടാവാം ഇത് ഉണ്ടാകുന്നത്. അതിന് നമ്മൾ ഉടനെ തന്നെ കെമിക്കൽ ഷാമ്പുകൾ ഹെയർ ഡൈ ഉപയോഗിക്കാതെ ഇതുപോലെയുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുമാത്രമല്ല, ഇതുപോലെ വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ചെറു ചൂടോടെ കാലിട്ട് ആ വെള്ളത്തിലിരുന്നാൽ കാലുകളിൽ ഉണ്ടാകുന്ന ചിലർക്ക് നീർവീഴ്ച ഉണ്ടാകുമല്ലോ കാലിൽ, അത് മാറാൻ നല്ലതാണ്. അപ്പം നമുക്ക് ഇവിടെ എടുത്തിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള വെളുത്തുള്ളി തൊലി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഏതെങ്കിലും ഒരു പഴയ പാത്രം മതിയാവും. നല്ല പാത്രം വെച്ചാൽ അതിൻ്റെ ചുവടും ഉള്ളിലും ഒക്കെ വല്ലാതെ ഒരു കരിഞ്ഞ അവസ്ഥയിലായി പോകും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പഴയ മൺചട്ടിയോ എന്തെങ്കിലും ഒരു പഴയ പാത്രം മതിയാവും. ഇതുപോലെ പാത്രം ഒന്ന് ചൂടായി വരുന്നത് വരെ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാത്രം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതുപോലെ സാവകാശം ഇളക്കി വറുത്ത് നല്ല കരിഞ്ഞ കളറാവണം, അതുപോലെ വറുക്കണം. അപ്പോൾ അതിന് ഏകദേശം എനിക്ക് 1 മണിക്കൂറോളം എടുത്തു ഇത്രയും തൊലി കറുത്ത് വരാൻ. എന്ന് കരുതി നമുക്കിങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. നമ്മൾ അടുക്കളയിൽ മറ്റ് പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഒരുപാട് വലിയ തോലുണ്ടെങ്കിൽ അതിനെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടും. അപ്പോൾ വലുതും ചെറുതുമായിട്ട് കിടക്കുമ്പോഴായിരിക്കും അടി ഒരുപാട് കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരാതെ നമുക്ക് സാവകാശം അതിനെ വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിം കൂട്ടിയിട്ട് വറുത്തെടുക്കരുത്. ഏകദേശം അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ മൂത്ത് നമ്മൾ ആ തവി കൊണ്ട് പ്രസ് ചെയ്താൽ അങ്ങ് പൊടിയണം. നമ്മൾ പപ്പടമൊക്കെ പൊട്ടുന്ന പോലെ അതുപോലെ പൊടിയണം. ആ രീതിയിൽ നന്നായിട്ട് എങ്കിൽ മാത്രമേ നല്ല കറുത്ത കളറാവത്തുള്ളൂ. അതുപോലെ കറുത്ത് വരണം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി തൊലി എല്ലാവർക്കും അറിയാം, ചെടികൾക്കൊക്കെ നല്ല വളമാണ്. അതുപോലെ ഈ വെള്ളം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം തിളപ്പിച്ചിട്ട് വെളുത്തുള്ളി തൊലിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ചൊറിച്ചിൽ ഉള്ള ഭാഗത്തൊക്കെ തടവുകയാണെങ്കിൽ ചൊറിച്ചിലൊക്കെ മാറാൻ സഹായിക്കുമെന്ന് പറയുന്നു. അപ്പം നമ്മളെ വെളുത്തുള്ളി തൊലി ഇതായി നന്നായിട്ട് കറുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ചെറിയ വെള്ളം ഉണ്ടെങ്കിൽ പോലും അത് കറുത്ത കളറായിട്ടില്ല എന്നേ ഉള്ളൂ. തവി കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നന്നായി പൊടിയുന്നുണ്ട്. ഇനി ചെറുതായിട്ട് ഇതുപോലെ തവി കൊണ്ട് തന്നെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് പൊടിഞ്ഞതിന് ശേഷം ഒന്ന് ചെറിയൊരു ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിങ്ങനെ തവി കൊണ്ട് പ്രസ് ചെയ്തിട്ടില്ല എങ്കിൽ മിക്സിയുടെ ജാറിൽ ഇത് ഒറ്റ തവണ കൊണ്ട് ആവില്ല, കുറച്ച് ഫുള്ളായിട്ടിരിക്കും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടിടാമെങ്കിൽ ഒറ്റ ട്രിപ്പ് കൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും തന്നെ വെള്ളമയമില്ലാതെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ജാറായിരിക്കണം. അതിലേക്ക് ഇട്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. 1 സെക്കൻഡ് ഒന്ന് കറക്കുമ്പം തന്നെ ചെറുതായിട്ടൊരു കോഫി പൗഡർ പോലെയൊക്കെ ആയി കിട്ടും. പക്ഷെ നമുക്കത് പോരാ, നല്ല പൊടിയാവണം. ഇതുപോലെ ആയാൽ പിന്നെ നമ്മൾ അരിച്ചെടുക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒരു 2-3 സെക്കൻഡ് കൂടി ഒന്ന് കറക്കി എടുത്തപ്പോഴത്തേന് ഇത്ര പൊടിയെ
ഇത്ര അധികം തോലുണ്ടായിട്ട് ഇത്ര പൊതിയെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ചധികം തോല് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് പൊടി കിട്ടൂ. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടുന്നത് ഒലിവ് ഓയിലാണ്. അതിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഒലിവ് ഓയിൽ തന്നെ വേണം. ഒലിവ് ഓയിൽ അല്പാൽപമായി ചേർത്ത്, നമുക്ക് ഇത്ര സ്പൂൺ വേണമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മൈലാഞ്ചിയൊക്കെ തേക്കുന്നവർക്ക് നമ്മൾ തലയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടി എത്ര കൺസിസ്റ്റൻസി വേണോ അതുവരെ ഓയിൽ ഒഴിച്ച് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം സാവകാശം. അതുപോലെ വെളുത്തുള്ളിയുടെ തോല് ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ചിട്ട് അധികം പേൻ ശല്യമുള്ളവർക്ക് തലയോട്ടിയിൽ തേച്ച് കൊടുത്തിട്ട് കഴുകി കളഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേനിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും എന്ന് പറയുന്നു. അതുപോലെ ഈ വെള്ളം, തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം ഒരുപാട് ഹെയർ ഫാൾ ഉള്ളവർക്ക് തലയിൽ തേച്ചാൽ മുടി കൊഴിച്ചിൽ ഏറെക്കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പൊടിയും ഒലിവ് ഓയിലും കൂടി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒന്നും വെക്കരുത്. നല്ല എയർ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഗ്ലാസിൻ്റെ, ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ കുപ്പി തന്നെ വേണം. എന്തെങ്കിലും ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്ന തരം ചെറിയ തരം ഭരണിയിലോ. ഇതിൻ്റെ മൊത്തം നമ്മൾ എണ്ണ ചേർത്തെടുത്തിട്ടുള്ളത് മൊത്തം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇനിയും പണി തീർന്നിട്ടില്ല. ഇതിനെ നന്നായിട്ട് അടച്ച് ഇത് സൂര്യപ്രകാശം നേരിട്ട് കിട്ടാത്ത രീതിയിൽ എവിടെയെങ്കിലും ഇത് സൂക്ഷിക്കണം. അതായത് നമ്മളെപ്പോഴും തുറക്കാത്ത അലമാരിയിലോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിലോ എന്തെങ്കിലും ഒരു വലിയ ഡബ്ബയിലോ അങ്ങനെ എവിടെയെങ്കിലും അടച്ചിട്ട് 7 ദിവസം വരെ ഇതിനെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ സൂക്ഷിക്കണം. അപ്പം ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബ എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ടേ തുറക്കുന്നുള്ളൂ. ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് അടച്ചാലും മതി. ഇതിന് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് സൂര്യപ്രകാശം ഏൽക്കാത്ത ഒരു മൂലയ്ക്കെങ്ങാനും വെച്ചിരുന്നാൽ മതി. പിന്നെ 7 ദിവസത്തിന് ശേഷം മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. കൂടുതൽ നരയുള്ളവരാണെങ്കിൽ 2 ദിവസം വിട്ട് ഉപയോഗിക്കാം. തേച്ച് 2 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. ചെറിയ നരകളൊക്കെ ഉള്ളെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിച്ചാലും മതിയാവും. അപ്പോൾ കണ്ടിന്യൂ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി ഡൈ ഉപയോഗിക്കാതെ തന്നെ ഇത് മുടി നല്ല കറുത്ത കളറായി കിട്ടുകയും ചെയ്യും. ഡൈയുടെ മറ്റ് സൈഡ് എഫക്ട്സുകളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് വീണ്ടും പറയുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായി ചാനലിൽ വന്നിട്ടുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.